welcome back to my channel Shika Craft Time. Today's video is how to concentrate in studies, guys. അപ്പോൾ യെസ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഒരു പ്രോബ്ലം ആണ് ഈ മറവി അല്ലെങ്കിൽ ഒരു ഫോർഗെറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, അത് കാരണം നമുക്ക് എഴുതാൻ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും പറയുന്ന പോലെ ഈ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് വർക്കായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ദെൻ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തിങ് ഈസ് മേക്ക് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡി. യെസ് ഗൈസ്, നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മൂവി കാണാൻ പോകുന്നു, ആ മൂവി കാണുന്നു, അതിലെ സ്റ്റോറി ഒന്നും നമ്മൾ വൺ ടൈം കണ്ടാലും മറക്കത്തില്ല. നമ്മളിപ്പോൾ അതൊരു എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് നമ്മളൊരു സെലിബ്രിറ്റീനെ കാണുന്നു. അതായത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള, അതായത് ഒരു ഫേവറേറ്റ് സെലിബ്രിറ്റീനെ കാണാൻ പോവുകയാണ്. നമ്മൾ കണ്ടു, ആ ഒരു സെലിബ്രിറ്റീനെ കണ്ടു, നമ്മൾ ഫോട്ടോ എടുത്തു, ലൈക്ക് കമ്പനിയായി. ദെൻ ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടിയാണ്. പക്ഷേ പഠിക്കുന്നത് നമ്മൾ വേണം എന്ന് വെച്ചിട്ടല്ല. അതായത് ഇപ്പോൾ എക്സാം ഉണ്ടാവുന്നു, സോ നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സിനിമ, സെലിബ്രിറ്റീനെ കാണാൻ പോകുന്നു, ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റഡീസിലും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നത്? ഇൻട്രസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അധികം ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതില്ല. വൺ തിങ് ഓൺലി സെറ്റ്. ഓക്കെ, അതായത് സെറ്റ് എ ഗോൾ ഗൈസ്. അതായത് നമ്മളൊരു ലക്ഷ്യം കണ്ടുവയ്ക്കണം, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കണം, എന്നാൽ മാത്രമേ ഈ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോർഗെറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് തിങ് ഈസ് വിഷ്വലൈസ്. അതായത് വിഷ്വൽ ചെയ്യുക. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹൊറർ മൂവി കാണാൻ പോകുന്നു, നമ്മളതിൽ വിഷ്വൽസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അന്ന് രാത്രി നമ്മൾ കിടക്കുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷ്വൽസ് ആവും, ആ ഒരു ഹൊറർ മൂവിയുടെ ആ ഒരു വിഷ്വൽസ് ആവും. നമ്മളതൊരിക്കലും മറക്കില്ല, കാരണം നമ്മളൊരു വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് പതിയും. ഓക്കെ, സോ നമ്മളത് മറക്കത്തില്ല. അതുപോലെ തന്നെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ ഒരു സോഷ്യൽ പഠിക്കുകയാണെന്ന് വെക്കുക, അതിൽ കുറേ ലൈക്ക് യുദ്ധം അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടാവും, ഫൈറ്റ് കാര്യങ്ങൾ, യുദ്ധം ഉണ്ടാവുമല്ലോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മുടെ മനസ്സിൽ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് പഠിക്കുക. സോ മെയിൻലി ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മറക്കുന്ന പ്രശ്നം ഉറപ്പായിട്ടും മാറുന്നതായിരിക്കും. സീരിയസ്ലി ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി പ്രൂവ്ഡുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.